ആണോ മാരേജ് ആണോ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? Living together. ഓരോരോ ലീലാവിലാസങ്ങള്. എന്തുകൊണ്ടാണ്? You get to know the person's habits. You're not invested. You're not in a contract. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിലൊരു വിശ്വാസത ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള ആ രീതിയിൽ. ട്രസ്റ്റ് ഇല്ലാണ്ട് you wouldn't get into അങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ മാരേജിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ that is going to go flop. ഇവൾ ഇംഗ്ലീഷ് പറഞ്ഞ എന്തോന്ന് മനസ്സിലായി? തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്ത. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, അപ്പൊ എപ്പോ വേണമെങ്കിലും വിട്ടു പോവാം എന്നുള്ള സംഭവമല്ലേ ലിവിംഗ് ടുഗദറിലുള്ളൂ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഫാമിലി പറഞ്ഞു കെട്ടി നമുക്ക് എല്ലാം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയൊരു ജന്മം. ലിവിങ് ടുഗദറിലൂടെ നമ്മൾ അങ്ങനെ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും, പാർട്ണറിനെ മനസ്സിലാക്കാൻ പറ്റും. ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21-ാം നൂറ്റാണ്ടാ കുഞ്ഞപ്പൂ, എന്തിനാ എത്ര പേടിക്കുന്നത്? ആക്ച്വലി എന്റെ കോൺസെപ്റ്റ് ആണ്. എനിക്ക് ബാക്കി മാരേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. നമ്മുടെ ഒറ്റ ലൈഫല്ലേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണം. കുട്ടികള് അതൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് ലൈഫ് മാറ്റി വെക്കണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ അതെ അതെ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകവും ഒക്കെ. ലിവിംഗ് ടുഗദർ ആണോ മാരേജ് ആണോ ഏറ്റവും നല്ലത്? ലിവിംഗ് ടുഗദർ ആണ് നല്ലത്. മനുഷ്യൻ ബേസിക്കലി ഒരാളോട് മാത്രം ഇണചേരുന്ന വ്യക്തികളല്ല. അവനോട് വായിട്ടലക്കായിരിക്കും. അപ്പൊ കമ്മിറ്റ്മെന്റ്സ് ആവശ്യമില്ല എന്നാണ്. ഒരാവശ്യമില്ല. എന്തിന്? അല്ല, ഈ രണ്ടുപേര് ഇണചേരാനായിട്ട് എന്ത് കമ്മിറ്റ്മെന്റ് ആണോ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവിടെ. അപ്പൊ കമ്മിറ്റ്മെന്റ്സ് ആവശ്യമില്ല എന്നാണ്. ഒരാവശ്യമില്ല. എന്തിന്? അല്ല, ഈ രണ്ടുപേര് ഇണചേരാനായിട്ട് എന്ത് കമ്മിറ്റ്മെന്റ് ആണോ? ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്കര ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ചിലപ്പോ 5 പേര് ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത് അങ്ങനൊക്കെ ചെയ്യും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. 5 പേര് ഒരുമിച്ച് കല്യാണം കഴിക്കുന്നു, എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? പഞ്ചാലി നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമല്ല ഭാഷ. ഇത് ഐതിഹ്യത്തിൽ സംഭവിച്ച കുഴപ്പമില്ല, നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രിമി. എന്ത് മണ്ടത്തരോടോ തനി വിളിച്ചു കൂവിയത്? ഈ രാജ്യത്ത് മഹാഭാരതം മണ്ടത്തരമാണെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. തന്നോട് ആരോടോ മഹാഭാരതത്തിന്റെ കഥ പറയാം, ചെമ്മീന്റെ കഥ പറയാം. സംസ്കാരത്തെ പുച്ഛിക്കരുത്.